ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞൊരു വീഡിയോയിലെ മീൻ വാങ്ങിക്കാൻ പോകുന്നവരെയല്ലേ കണ്ടുള്ളൂ. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ വറക്കാനുള്ളത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ബാക്കിയുള്ളത് കറി വെക്കാനും കേട്ടോ. അപ്പോൾ വറക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് കുരുമുളകും, മുളക് പൊടിയും, മഞ്ഞപ്പൊടിയും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ടാണ് ഇളക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മീൻകറി ഇതേ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറി. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും. അപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും നല്ലതാണേ. പിന്നെ തക്കാളി ഒന്നും ഇടാറില്ല, പച്ചമുളക് ഇടും. പക്ഷെ ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മീൻകറി നാളെയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു ദിവസം കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. പക്ഷേ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ കുടംപുളി ഇട്ട മീൻകറി എന്ന് പറഞ്ഞാൽ ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റുന്നത്. കുറച്ച് വറ്റിച്ചും കൂടെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ വറുത്തെടുത്തിട്ട് കുറച്ച് കുടംപുളി ഇട്ട വെള്ളവും കൂടെ ഒഴിച്ച് അത് നല്ലപോലെ എണ്ണ തെളിയുന്നവരെ ഞാൻ ഇളക്കും കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതേ മീൻകറി റെഡി ആയിട്ടുണ്ടേ.